അയാൾക്ക് നീന്താൻ അറിയാമായിരുന്നു. എന്നിട്ടും അയാൾ സ്വന്തം ലൈഫ് ജാക്കറ്റ് വേറെ ഒരാൾക്ക് ഊരിക്കൊടുത്തു. നീന്തൽ അറിയുന്ന ഒരാൾ സ്വന്തം ജീവൻ രക്ഷിക്കുന്ന ആ ലൈഫ് ജാക്കറ്റ് എന്തിനാണ് ഊരിക്കൊടുത്തത്? 2026 ഓഗസ്റ്റ് 1 കണ്ണൂരിലെ കാര്യങ്കോട് പുഴ കരകവിഞ്ഞു ഒഴുകുന്നു. ആ പുഴയിലേക്ക് ഒരാൾ ചാടി. അയാളുടെ പേര് രാജേഷ്. ഈ വീഡിയോ അയാൾ ബാക്കി വെച്ച ഒരു പാഠത്തെക്കുറിച്ചാണ്. രാജേഷ് ഒരു പട്ടാളക്കാരനായിരുന്നില്ല. ശമ്പളം വാങ്ങുന്ന രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഒരാളായിരുന്നില്ല. കേരളം വിളിച്ചപ്പോഴെല്ലാം അയാൾ ഓടിയെത്തി. 2018 പ്രളയം, 2024 വയനാട് ദുരന്തം, പിന്നെ 2026 മറ്റുള്ളവർ ഓടി കളയുന്ന ഇടങ്ങളിലും അയാൾ ഓടിച്ചെന്നു. അതൊരു ജോലിയായിരുന്നില്ല, അത് അയാളുടെ ഒരു സ്വഭാവമായിരുന്നു. 2026 കണ്ണൂരിൽ പെരുമഴ. കാടുകളിൽ ഉരുൾപൊട്ട് കാര്യങ്കോട് പുഴ കരകവിഞ്ഞു ഒഴുകുന്നു. വെള്ളം അതിവേഗം ഉയരുന്നപ്പോൾ ഒഫീഷ്യൽസിന് എത്താൻ പോലും സമയമുണ്ടായിരുന്നില്ല. അപ്പോൾ കയറും കെട്ടി രാജേഷ് ആ ഒഴുക്കിലേക്ക് ഇറക്കി. ഓരോരുത്തരായി അയാൾ കരയിലേക്ക് എത്തിച്ചു. 1, 2, അങ്ങനെ ഏകദേശം 12 പേരെ അയാൾ എത്തിച്ചു. പിന്നെ ഒരു വിളി കേട്ടു. മീൻതുള്ളി തുരത്തിൽ വെള്ളത്തിൽ വഴിമുട്ടി ബെന്നി എന്ന ഒരു 61കാരനായ കർഷകൻ ഒറ്റപ്പെട്ടിരുന്നു. ഷിബിനും ജിതിനും രാജേഷും 3 പേരും ചേർന്ന് ആ പുഴ നീന്തിക്കടന്നു. ബെന്നിയെ അവർ കടത്തിയെത്തി തിരികെ കൊണ്ടുവരാൻ തുടങ്ങി. അതായിരുന്നു രാജേഷിന്റെ അവസാനത്തെ ദൗത്യം. പക്ഷെ അയാൾ അത് അറിഞ്ഞിരുന്നില്ല. രാജേഷിന് നീന്താൻ അറിയാമായിരുന്നു. അതാണ് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തത്. എന്നിട്ടും തിരിച്ചു വരാൻ വഴിയിൽ അയാൾ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഒരു 61കാരന് കൊടുത്തു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ആ ഒഴുക്ക് രാജേഷിനെ കൊണ്ടുപോയി. അയാൾ രക്ഷിച്ചയാള് കരയിലേക്ക് എത്തി. രാജേഷ് എത്തിയില്ല. 2 ദിവസം കഴിഞ്ഞ് ആ ശരീരം വീട്ടിലെത്തിയപ്പോൾ അയാളുടെ 2 ചെറിയ മക്കൾ പറഞ്ഞത് ഇത്രമാത്രം: എനിക്ക് അച്ഛനെ ഒന്ന് കാണണം സർ, മുഖത്തെ മൂടിയ തുണിയൊന്ന് മാറ്റിത്തരാമോ? രാജേഷ് പണി തീർക്കാൻ ബാക്കി വെച്ച ആ വീട് ഇനി കേരളം പണിതു തീർക്കും. പക്ഷെ അയാൾ ബാക്കി വെച്ചത് ആ വീട് മാത്രമല്ല. രാജേഷ് നമുക്ക് ബാക്കി വെച്ചത് 3 പാഠങ്ങളാണ്. ഒരു പട്ടാളക്കാരന് വേണ്ടിയല്ല, ആ പാഠങ്ങൾ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഫസ്റ്റ് ലെസൺ, പ്രിപ്പറേഷൻ. ധൈര്യം ആ നിമിഷത്തിൽ ഉണ്ടാകുന്നതല്ല, അത് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. രാജേഷ് ഓഗസ്റ്റ് 1 ഹീറോ ആകാൻ തീരുമാനിച്ചതല്ല. അയാൾ ഇതിനു വേണ്ടിയിട്ടുള്ള സ്കില്ല് 15 വർഷം അയാൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ പുഴ ഉയർന്നപ്പോൾ അയാൾ അതിന് തയ്യാറായിരുന്നു. സെയിം ഇൻ യുവർ എക്സാംസ്, യുവർ കരിയർ, യുവർ ലൈഫ്. കറേജ് ഇൻ എ ക്രൈസിസ് ഇസ് ജസ്റ്റ് എ കോമ്പറ്റൻസ് യു ബാങ്ക് ഇൻ അഡ്വാൻസ്. നിങ്ങളെ പരീക്ഷയിലും നിങ്ങളെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും എന്ത് പ്രതിസന്ധി വന്നാലും ധൈര്യം എന്നത് നിങ്ങൾ നേരത്തെ ഇത് 3 പാഠങ്ങളല്ല, ഇത് ഒരു മനുഷ്യന്റെ ജീവിതമാണ്. രാജേഷിന് പണി തീർക്കാൻ കഴിയാതെ ആ വീടും ഇനി കേരളം പണിതു കൊടുക്കും. അയാൾ ബാക്കി വെച്ച പാഠം നമ്മൾ പൂർത്തിയാക്കണം. ലക്ഷ്മി എന്ന അയാളുടെ ഭാര്യ
ഹർഷൻ, അഭിഷേക് എന്ന 2 മക്കൾ. അവർക്ക് അച്ഛനെ തിരികെ കൊടുക്കാൻ ഞങ്ങൾക്ക് ആവില്ല. പക്ഷെ ഈ വീഡിയോ ഷെയർ ചെയ്യും. അയാളുടെ മക്കളും വളരുമ്പോൾ അവരുടെ അച്ഛനും ഞങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത് അവരറിയട്ടെ. അയാൾക്ക് നീന്താൻ അറിയുമായിരുന്നു. എന്നിട്ടും അയാൾ ലൈഫ് ജാക്കറ്റ് അയാൾ കൈമാറി. ചിലർ അങ്ങനെയാണ്. സ്വന്തം സുരക്ഷയേക്കാൾ വലുതായി മറ്റുള്ളവരെ കാണുവാൻ അവർക്ക് സാധിക്കുന്നു. താങ്ക് യു രാജേഷ്. നന്ദി.